ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കായിട്ട് ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അയാള് വരും. മനസ്സ് മാറി അയാള് വരണേന്ന് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ പറ്റൂ. ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയോളാ ഞാൻ. നീ വെറും ഈ നാച്ചി. ഈ അപരാധത്തെ എത്ര നാൾ സഹിക്കണം എന്റെ ഭഗവാനെ. ഒന്ന് സമാധാനത്തിൽ കഴിക്കേ. ഇത് ആരും ഒന്നും എടുത്തോണ്ടെന്ന് പോകത്തില്ല. വെള്ളം കുടിക്ക്. എന്താ ഇത്? കുടിക്ക്. തിരുമലപ്പാളയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പം വരദരാജ മുതലിയാരായിരുന്നു എന്റെ ബോസ്. അങ്ങേരിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പം വിക്കി വിക്കി ചത്തുപോയി. വിക്കി വിക്കി ചത്തുപോയിന്നോ? അതെന്ത് മരണ? ഒരു കോഴിക്കാലെടുത്ത് ആർത്തിയോടെ അങ്ങ് വിഴുങ്ങി അങ്ങനെ ചത്തുപോയി. ഓ, കുക്കുട മരണം. ഭാഗ്യവാൻ. മറ്റൊരു ബോസ് മുരുകപ്പ ചെട്ടിയാര് ഭയങ്കരനായിരുന്നു. ഒരു ആടിനെയൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങി അങ്ങ് തിന്നും. അമ്മേ, ഒന്ന് വന്നേ. അത് മതി. സത്യത്തിലേ ഈ മുണ്ടക്കിലമ്മ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് നേരാണോ? അല്ല, ഇവർക്ക് എന്തായിരുന്നു ജോലി? അവര് വെറുതെ പൊങ്ങച്ചം പറയുന്നതാ. കേരളത്തിനകത്തും പുറത്തും വീട്ടുജോലിക്ക് പോവുമായിരുന്നു. ബെസ്റ്റ്. സെർവന്റ് ആയിരുന്നല്ലേ? ആ, അല്ല, എന്നിട്ടാണോ ഈ ഗമ? ഇവര് മുടിഞ്ഞ പാരയും കൂടിയാ. ആർക്കിട്ട് വേണമെങ്കിലും വേല വെക്കും. ഓ, കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇവര് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലെയും ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്ത് പിരിയുകയും ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന കാശ് മുഴുവന് ഡ്രസ്സ് വാങ്ങാനും മേക്കപ്പ് ചെയ്യാനുമാ ചെലവാക്കുന്നെ. ഒരാഴ്ചയിലെ 2 പ്രാവശ്യമാ ബ്യൂട്ടി പാർലറിൽ കേറുന്നെ. ബ്യൂട്ടീഷ്യന് ബ്രൂട്ടീഷ്യൻ എന്നാ പറയുന്നെ. അയ്യോ, എന്തോന്നാ കൊടഞ്ഞു കൊടഞ്ഞൊരു ചിരി? ദാണ്ടെ, ചെറുപ്പക്കാരായ പെൺപിള്ളേരിങ്ങനെ ചിരിക്കാൻ പാടില്ല, ഒടുവിൽ കരയും. രമ്യ ഒന്നെങ്കി വന്നേ. ഈ പെടുമരണത്തെ നമ്മൾ എത്ര നാള് സഹിക്കേണ്ടി വരൂടി? മരുമോൻ ഒരു ബാധ, ഇതിപ്പോ അതേ മറുബാധ. അമ്മേ, ഞാൻ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവാ. തിരിച്ചു വരുമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി. ശരി മോനെ. രാജു മോനെ, പിന്നെ ചിക്കനും മട്ടനും വാങ്ങിക്കാൻ മറക്കരുത്. എനിക്ക് നോൺ വെജ് ഇല്ലാതെ ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ശരി അളിയന്റെ അമ്മേ. മോനെ, ആ മന്ത്രിയുടെ മോളുമായിട്ടുള്ള വിവാഹ കാര്യത്തില് ഞാൻ ഇടപെടണോ? ഞാൻ വന്ന് മന്ത്രിയോട് സംസാരിക്കാം. അത് വേണ്ട. മുണ്ടക്കൽ കൊച്ചമ്മണി എന്ന് പറഞ്ഞാലേ മന്ത്രിയുടെ മുട്ട് പറയ്ക്കും. പറപ്പിക്കണോ? എവനെ അത്? ഈ പടുകളവി നല്ല മൂർച്ചയുള്ളൊരു വെട്ടുകത്തിയാ. പലരെയും വെട്ടാൻ ഇവരും ഉപയോഗിക്കാം. തള്ളയെ വശത്താക്കണം. ആരും ഒരു സുഖമില്ല.
രാജുനി പ്രസാദം കൂടി തൊട്ട മുഖത്തിന് നല്ല ഗ്രീസ് ആയിരിക്കും. ഏയ് വേണ്ട മാഡം വേണ്ട. വർമ്മ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. ആ അയ്യോ രാജു, ആ എന്താ മാഡം? എന്റെ ഭാവി പരിപാടികള് ഇന്ന് അച്ഛനോട് ഞാൻ രാവിലെ സംസാരിച്ചു കേട്ടോ. ഞാൻ ഇനി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു പറഞ്ഞതുപോലെ പഠിച്ചൊരു നല്ല ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ് മാഡം, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു രാജു. ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നല്ലത് തന്നെയാ. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണക്കാരൻ രാജുവാ. എന്തായാലും ഞാൻ ഇനി പഠിക്കാൻ പോവാം. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ വിധി പോലെ ദൈവം തീരുമാനിക്കട്ടെ. എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടും എന്താ കാര്യം? മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കാനുള്ള ഭാഗ്യം കൂടി വേണ്ടേ? എനിക്കായിട്ട് ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. അയാള് വരും. മനസ്സ് മാറി അയാള് വരണേന്ന് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ പറ്റൂ. മാഡം ഞാൻ വർമ്മ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. രാജു, ഞാനും കൂടി വരാം. ശരി മാഡം. അമ്മേ, അവൻ മുറ്റത്ത് വന്നു. ആര്? ആ രാജു. എങ്ങനെ അമ്മേ ഓപ്പറേഷൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? വളരെ സിമ്പിൾ അല്ലേ? ആ കൺസ്ട്രക്ഷൻകാരി ഇപ്പൊ വരും. ആ അവർക്ക് പ്രതാപൻ 50 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. അതിനെവിടെ 50 ലക്ഷം ഇരിക്കുന്നു? അതീന്നല്ലേ നമ്മൾ 10 ലക്ഷം അടിച്ചു മാറ്റിയത്. എടാ മണ്ട, അത് രാജു വെച്ചിരിക്കുന്ന കാശല്ലേ? അവൻ കാശെടുക്കാൻ ചെല്ലുമ്പോ 10 ലക്ഷം രൂപ കുറവല്ലേ? അതെ, കുറവാ. ആ 10 ലക്ഷം രൂപ ആരടിച്ചു മാറ്റി? ആ 10 ലക്ഷം രാജു അടിച്ചു മാറ്റി.